100 ദിവസം പോലുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കാനായി. എല്ലാ ദിവസവും ഇന്ന് ഏറ്റവും വലിയ ചർച്ചയായി നമ്മൾ നോക്കുന്നതും തെരഞ്ഞെടുപ്പ് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആരൊക്കെ, എവിടെയൊക്കെ, കരുത്തർ ആരൊക്കെ, ആദ്യം ആരിറങ്ങും, സ്ഥാനാർത്ഥികളെ എപ്പോൾ കേൾക്കാം, ഇതൊക്കെയാണ് വലിയ ചർച്ചകൾ. അപ്പോൾ നമ്മളും ഈ നിമിഷം ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണ്. അമരത്ത് നിന്ന് ആരൊക്കെ, നേതൃസ്ഥാനത്ത് നിന്ന് ആരെല്ലാം കളത്തിലിറങ്ങും, കളം പിടിക്കാൻ ആദ്യത്തെ നീക്കങ്ങൾ എന്തൊക്കെയാണ് മുന്നണികളെ സംബന്ധിച്ച് എന്നുള്ളതാണ്. ആദ്യം ആലപ്പുഴയിലേക്ക് പോകാം, അവിടെ ഹരിപ്പാടേക്ക് പോകാം. ഹരിപ്പാട് കരുത്ത് കാട്ടാൻ തയ്യാറെടുത്ത് രമേശ് ചെന്നിത്തല. മണ്ഡലത്തിൽ ചെന്നിത്തല മത്സരത്തിനിറങ്ങുന്നത് ഇതാറാം തവണയാണ്. ഭൂരിപക്ഷം ഉയർത്തുമെന്നാണ് പ്രതീക്ഷ. ഇടതു സ്ഥാനാർത്ഥിയായി ടി ജിസ്മോനും ഇറങ്ങും. ശരത് എസ് നൽകും വിശദാംശങ്ങൾ. ശരത്ത്, രമേശ് ചെന്നിത്തല ഹരിപ്പാട് തന്നെ, അത് ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഈ 2016 എടുത്താലും 21 എടുത്താലും അതിൽ ഹരിപ്പാട് മാത്രമായിരുന്നു UDF-നെ സംബന്ധിച്ച് ആശ്വാസമായി നിന്നിരുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് എന്തായാലും 4ാം ഊഴമാണല്ലോ അല്ലെ? പറയൂ വിശദാംശങ്ങൾ. ഹരിപ്പാട് എന്ത് സംഭവിക്കുന്നു? നീക്കങ്ങൾ എവിടെ വരെയായി? റോഷ്നി, ആലപ്പുഴ ജില്ലയിൽ UDF ഏറെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഹരിപ്പാട് നിയോജക മണ്ഡലം. കാരണം കഴിഞ്ഞ ദീർഘനാളായി UDF തന്നെയാണ് മണ്ഡലത്തിൽ വിജയിക്കുന്നത്. 2011 മുതൽ തുടർച്ചയായി ചെന്നിത്തലയാണ് ഈ മണ്ഡലത്തിൽ മത്സരിച്ചത്. ഇതിപ്പോൾ ചെന്നിത്തല ഇത്തവണ 6ാം തവണയാണ്. അതായത് 2011 മുൻപ് 1982 ചെന്നിത്തല ആദ്യം മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങുന്നത്. പിന്നീട് പലതവണ, അങ്ങനെ 6 തവണ ഇപ്പോൾ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ചെന്നിത്തല മത്സരിച്ചു എന്നുള്ളതാണ്. 2006 തരത്തിൽ LDF-ന് ഈ മണ്ഡലം നഷ്ടമാകുന്നത്. ബാബു പ്രസാദ് ആയിരുന്നു അത്തവണ UDF ഈ മണ്ഡലം പിടിച്ചെടുത്തത്. പിന്നീട് തുടർച്ചയായി UDF തന്നെ മണ്ഡലത്തിൽ വിജയിക്കുന്നത്. ഇത് തന്നെയാണ് UDF-ന് ചെന്നിത്തല, അല്ലെങ്കിൽ ചെന്നിത്തലയ്ക്ക് ഹരിപ്പാട് മണ്ഡലത്തിലുള്ള ഏറ്റവും പ്രതീക്ഷ എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ മണ്ഡലത്തിൽ മറ്റൊരു പേരും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. ചെന്നിത്തല തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ മണ്ഡലത്തിന്റെ സാമുദായിക സമവാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈഴവ നായർ വോട്ടാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയ്ക്ക് സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് UDF-ന്റെയും വിലയിരുത്തൽ. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ 2016 അപേക്ഷിച്ച് 2021 നടന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ചെന്നിത്തലയ്ക്ക് കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകളുണ്ട്. അതിനപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ തിരിച്ചുവരവ്, അതായത് 7 തദ്ദേശ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഈ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ UDF-ന് വിജയം കൈവരിക്കാൻ സാധിച്ചു. അതിൽ 4 എണ്ണവും LDF-ന്റെ പക്കലുള്ള പഞ്ചായത്തായിരുന്നു. അതുൾപ്പെടെ മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്തിൽ വരെ UDF തിരിച്ചു വന്നു. അത്തരത്തിൽ വലിയ തിരിച്ചുവരവ് അത് നിയമസഭയിൽ ആവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് UDF ക്യാമ്പിലുള്ളത്. അതേസമയത്ത് ഇത്തവണ യുവമുഖമായ ടി ജിസ്മോനെ ആണിപ്പോൾ CPI പ്രധാനമായും പരിഗണനയിൽ പറഞ്ഞു കേൾക്കുന്ന പേര്. ടി ജിസ്മോൻ ഈ ചെന്നിത്തലയ്ക്കെതിരെ മത്സരിക്കുമെന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ LDF ക്യാമ്പിൽ നിന്ന് പ്രധാനമായും കേൾക്കുന്നത്. യുവമുഖമാണ്. മാത്രമല്ല, CPI വലിയ പ്രതീക്ഷ വെക്കുന്നു. AIYF-ന്റെ സംസ്ഥാന നേതൃപദവിയിലുള്ള ആൾ കൂടിയാണ്. ആ രീതിയിൽ വലിയ പ്രാധാന്യം ടി ജിസ്മോന് മണ്ഡലത്തിലുണ്ട്. അതേസമയത്ത് CPI കഴിഞ്ഞ ദീർഘനാളായി മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിൽ പോലും 2006 മുതലാണ് CPI മണ്ഡലത്തിൽ മത്സരത്തിന് ഇറങ്ങുന്നത്. അതുമുതൽ ഇതുവരെ ഈ 2026 വരെയുള്ള മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ CPIക്ക് ഹരിപ്പാട് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആശങ്ക. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടും LDF-ന് പ്രതികൂലമാണ്. അതൊക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതേസമയത്ത് യുവമുഖം എന്ന രീതിയിൽ CPI ടി ജിസ്മോനെ കളത്തിലിറക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം NDAയും വലിയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം കൂടിയാണ് ചെന്നിത്തല നിയോജക മണ്ഡലം, ഹരിപ്പാട് നിയോജക മണ്ഡലം എന്നുള്ളത്. അതായത് സന്ദീപ് വചസ്പതിയാണ് പ്രധാനമായും NDA ക്യാമ്പിൽ നിന്ന് സാധ്യതാ പേരുകളിൽ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേര്. നേരത്തെ ശോഭാ സുരേന്ദ്രന്റെ പേരടക്കം ഉണ്ടായിരുന്നെങ്കിലും ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കും എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ സന്ദീപ് വചസ്പതിയെ ഹരിപ്പാട് മണ്ഡലത്തിലേക്ക് ഇറക്കാൻ NDA തീരുമാനിച്ചിരിക്കുന്നത്. NDAയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഹരിപ്പാട് എന്നുള്ളതാണ്. ഇത് BJP കഴിഞ്ഞ ദീർഘനാളായി ഓരോ ഇലക്ഷനും വോട്ട് ബാങ്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഇലക്ഷനുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തവണ പല പഞ്ചായത്തുകളിലും മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചതും BJPക്കും NDAക്കും ഒക്കെ തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ രീതിയിൽ സന്ദീപ് വചസ്പതിയെ കളത്തിലിറക്കി പിടിക്കാൻ NDAയും ശ്രമിക്കുന്നു. എന്തായാലും ശക്തമായ മത്സരമായിരിക്കും ഹരിപ്പാട്. അതേസമയത്ത് ചെന്നിത്തല മേൽക്കൈ അല്ലെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കോൺഗ്രസ് ആരെയൊക്കെ എവിടെയൊക്കെ നിർത്തും, അതിൽ കരുത്തരാരെ എന്നുള്ളതാണ് നമ്മൾ ഈ മണിക്കൂറിൽ
ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴയെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങൾ ഉണ്ടാക്കിയ മുന്നേറ്റം അത് UDFന്റെ ആത്മവിശ്വാസമാണ്. അപ്പോൾ ഹരിപ്പാട് മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം രമേശ് ചെന്നിത്തല തന്നെ മത്സരിക്കും. അതിൽ 2016 21 ഹരിപ്പാടിൽ വലിയൊരു ആശ്വാസം എന്ന് പറയുന്ന ഹരിപ്പാടിലെ വിജയം മാത്രമായിരുന്നു, രമേശ് ചെന്നിത്തലയുടെ വിജയം. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിലൂടെ മുന്നണിക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ട്. 6ാം ഊഴത്തിനായി രമേശ് ചെന്നിത്തല ഇറങ്ങുകയാണ്. അതാണ് ഹരിപ്പാട് നിന്നുള്ള വിശേഷങ്ങൾ.